അവർ വാളിന്റെ വാൾത്തലയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. വിജാതിയുടെ നാളുകൾ പൂർത്തിയാകുന്നത് വരെ അവർ ജെറുസലേമിനെ ചവിട്ടി മെതിക്കും. യഹൂദ ജനത അനുഭവിച്ച ആ 10-1 പീഡനങ്ങൾ, ക്ലേശങ്ങൾ അനുഭവിച്ച ഒരു ജനത ഇന്ന് ലോകത്തിൽ അവശേഷിക്കുന്നില്ല. എന്നിട്ട് യഹൂദ നശിക്കുന്നില്ല. അവൻ അത്തി തളർക്കുന്നത് പോലെ തളിർത്ത് യഹൂദ നിൽക്കുന്നതിന് കാരണം ദൈവത്തിന്റെ ഉടമ്പടിയുടെ ജനമാണ് ഇസ്രായേൽ. പുതിയ നിയമത്തിൽ ആ ഉടമ്പടിയുടെ ജനം ക്രൈസ്തവരായി നമ്മളാണ്. 1900 വർഷത്തോളം നാടും ദേശവും ഉറ്റവരും ഉടയവരുമില്ലാതെ ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ യഹൂദൻ അലഞ്ഞു നടന്നു. AD 70 ദേവാലയം തകർക്കപ്പെടുന്നു. കഠിനമായ പീഡനമുണ്ടായി. സംഭവിച്ചതെന്ത്? അനേക യഹൂദർ ചിതറിക്കപ്പെട്ടു. വീണ്ടും AD 135 റോമൻ സെനറ്റ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇസ്രായേലിലുള്ള എല്ലാ യഹൂദരും ആ സ്ഥലം വിട്ടുപോകണം, ആ ദേശം വിട്ടുപോകണം. അങ്ങനെ എല്ലാ യഹൂദന്മാർക്കും അവരുടെ രാജ്യം, അവരുടെ ദേശം, അവരുടെ മാതൃഭവനം വിട്ട് ലോകത്തിന് പല രാജ്യങ്ങളിലേക്ക് അവർക്ക് പോകേണ്ടി വന്ന സഹോദരങ്ങളെ, ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞു യഹൂദന്റെ മടങ്ങി വരവ് അസാധ്യമാണ്. ഇസ്രായേലിന്റെ റിസ്റ്റോറേഷൻ ഇമ്പോസിബിൾ ആണ്. ലോകരാജ്യ തലവന്മാർ പറഞ്ഞു ഇമ്പോസിബിൾ. എന്നാൽ ദൈവമായ കർത്താവ് പറഞ്ഞു നിങ്ങൾക്കത് ഇമ്പോസിബിൾ ആകാം, എന്നാൽ എനിക്കത് പോസിബിൾ ആണ്. സംഭവിച്ചു 1948 മെയ് മാസം 14-ാം തീയതി. ചരിത്രത്തിൽ, നമ്മുടെ വേൾഡ് മാപ്പിലെ ഭൂപടത്തിൽ ഒരു കൊച്ചു രാജ്യം പിറന്നു വീണു. അത് ഇസ്രായേൽ ആയിരുന്നു. ഹല്ലേലൂയ.